ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, വെണ്ടയ്ക്ക കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ആദ്യം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെണ്ടയ്ക്ക എടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നന്നായി മൂത്ത് വറുത്ത് കോരുകയാണ് ആദ്യം ചെയ്യുന്നത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൂത്ത് നന്നായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ മാറ്റാം. അതിനുശേഷം നമുക്ക് വേറൊരു ചട്ടി എടുക്കാം. അതിൽ ചൂടാകുന്നതിന് വേണ്ടി ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 15ഓളം വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്ത് അതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. 20ഓളം ചെറിയുള്ളി, 1 സവാള ചെറുതായി മുറിച്ചെടുത്ത എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കായപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി മിക്സാണ്, അതുകൊണ്ടാണ് 2 വലിയ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നത്, എരിവിനനുസരിച്ച്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിന് വെള്ളം വേണമല്ലോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.